ഹലോ. എന്തു പറ്റി മഹാരാജാവേ? ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്താം. അങ്ങൊന്നുകൊണ്ടും വിഷമിക്കണ്ട. കുട്ടികളെ, ഉടൻ തന്നെ പുറപ്പെടൂ. എന്തു പറ്റി മാഡം? എന്തിനാ ഞങ്ങളെ വിളിച്ചത്? കുട്ടികളെ, നമ്മൾ ഉടൻ തന്നെ മഹാരാജാവിന്റെ അടുത്തേക്ക് പോണം. കന്ന സാറിനെയും വിളിച്ചോളൂ. അല്ല, മഹാരാജാവ് എന്തിനാ നമ്മളെ പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞത്? ആ, വേഗം വാ, വേഗം വാ. മഹാരാജാവേ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ തീർച്ചയായും വധിക്കും. ഞങ്ങൾ എന്തിനാ വധിക്കുന്നത്? നിങ്ങളെയല്ല, ഞാൻ വധിക്കാൻ പോകുന്നത് എന്റെ കിരീടം മോഷ്ടിച്ച ആളെയാണ്. അങ്ങയുടെ കിരീടം ആരാണ് മോഷ്ടിച്ചത്? അതറിയില്ല. പിന്നെ എങ്ങനെയാണ് അവരെ വധിക്കാൻ കഴിയുക? അവർ പിടിക്കപ്പെട്ടാൽ ഉടൻ വധശിക്ഷയായിരിക്കും. ആ മോഷ്ടാവിനെ പിടിക്കാനാ ഞാൻ നിങ്ങളെ വരുത്തിച്ചതാ. മുൻപ് നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അവനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. കളവ് പോയത് മഹാരാജാവിന്റേതല്ലേ, പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഉപകാരമായിരിക്കുക? കാരണം ആ കള്ളൻ അന്തപ്പുറത്തുനിന്ന് കണ്ണാടി അടിച്ചോണ്ട് പോയി. എന്റെ നെക്ലേസും കാണാനില്ല. എന്റെ സ്വർണ്ണവാളും കൊണ്ടുപോയി. അലക്കിയപ്പോൾ തുണിയുടെ നിറം പോയി. നിങ്ങൾ അറിയാതെ തന്നെ ഇത്രയും സാധനങ്ങൾ മോഷണം പോയി. അടികൈ. എന്ത് പറ്റി മാഡം? ആ കള്ളൻ എന്റെ സ്വർണ്ണ മോതിരം മോഷ്ടിച്ചുകൊണ്ട് പോയി. ജനാല വഴി രക്ഷപ്പെട്ടിരിക്കുക. ഞാൻ കണ്ടതാണ്. അവൻ തീർച്ചയായും കള്ളൻ തന്നെയാണ്. കഴുതേ, പിന്നെന്തിനാ നീ അവനെ വിട്ടുകളഞ്ഞത്? ഉടനെ പിടിക്കണ്ടായിരുന്നോ? അവന് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. സംശയമുണ്ടോ? വേഗം വരൂ, കള്ളൻ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ മുഴുവൻ ഉടൻ തന്നെ അന്വേഷിക്കൂ. കള്ളൻ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. എല്ലാ സ്ഥലത്തും നോക്ക്. കള്ളൻ രക്ഷപ്പെടാൻ പാടില്ല. ഒരു മുറിയും വിടരുത്. എല്ലാ സ്ഥലത്തും അന്വേഷിക്കൂ. കൂട്ടുകാരെ, അങ്ങോട്ട് നോക്കൂ. കള്ളൻ ഇതാ അവിടെയുണ്ട്. അപ്പൊ ഇവനാണ് കള്ളൻ. സംശയമുണ്ടോ? ഞാൻ കള്ളനല്ല. എന്റെ ഭാര്യയെ പേടിച്ച് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അതെന്താ? എന്റെ ഭാര്യയുടെ രത്നമാല മോഷണം പോയിരിക്കുകയാണ്. അതാ ഞാൻ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനാണ് കള്ളൻ. കുരങ്ങനെ പിടിക്ക. കള്ളനെ പിടിക്ക. കള്ളനെ പിടിക്കണോ കുരങ്ങനെ പിടിക്കണോ? എടോ, കൊരങ്ങനാണ് കള്ളൻ. അവനെ ഉടനെ പിടിക്ക്. സംശയമുണ്ടോ? വേഗം ആ കൊരങ്ങനെ പിടിക്ക. ഇവിടെ എന്താണ് പ്രശ്നം? മഹാരാജാവേ, ആ കള്ളൻ ഈ കുരങ്ങനാണ്. വല കൊണ്ടുവരൂ. അപ്പോൾ കൊരങ്ങനാണ് കള്ളൻ. അല്ല, കള്ളൻ വിദൂഷകനാണ്. കൊരങ്ങനെ വെച്ച് മോഷ്ടിപ്പിക്കുന്നത് അദ്ദേഹമാണ്. എന്താ? വിദൂഷകന്റെ വീട് ഉടനെ പരിശോധിച്ചാൽ കളവ് പോയതെല്ലാം നമുക്ക് കിട്ടും. 501, 502, 503, 504, 505, 506, 509, 511, 520, 525. അല്ല ഇതല്ല. ആ, ഇത് തന്നെ. ഇത് എന്റെ പേഴ്സണാലിറ്റിക്ക് സെറ്റ് ആവുള്ളൂ. ഇത് തന്നെ ഞാൻ പൊക്കാം. സംശയമുണ്ടോ?
ഇതിന് വല്ലാത്ത കനമാണല്ലോ. എന്താ കൂട്ടുകാരെ, എല്ലാം കഴിഞ്ഞോ? ഏ? ഏ? ആ? എന്റെ ബായ്, താൻ തത്തയാണ്. പറക്കേണ്ടത് താഴെയല്ല, ആകാശത്തിലാണ്. എന്റെ മസിൽ പിടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? ബായ്, ഇവന് മസിൽസ് ഉണ്ടെന്ന്. അതെവിടെയാണെന്ന് കാണിച്ചു തരൂ. പൂവലിനിടയ്ക്ക് മസിൽ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്റെ കിറ്റിക്കിറ്റ്, ഇപ്പൊ നോക്കിക്കോ നിന്നെ ഞാൻ എങ്ങനെ ഗുണപ്പെടുത്തുന്നു എന്ന്. കൊള്ളാം, എല്ലാം ശരിയായി. സംശയമുണ്ടോ? എന്താ ബായ്, താനെന്താ ഇത്രയും ക്ഷീണിച്ചു പോയത്? പ്രോട്ടീൻ ഷേക്ക് കഴിക്ക്, പിന്നെ വിറ്റാമിന്റെ ഗുളികകളും. കൊള്ളാം, ക്ഷീണമെല്ലാം പോയി. ഇപ്പോൾ ശക്തി. കലക്കി. അതെ ബായ്. കർത്ത, എല്ലാരും സുഹൃത്താ. ഞാൻ ഡോക്ടറായി, പക്ഷെ പേഷ്യൻസ് എവിടെ? ടെൻഷൻ അടിക്കണ്ട ബായ്, ഞാൻ പുറത്തേക്ക് പോയി വഴിപോക്കരെല്ലാം പിടിച്ചകത്താക്കിയേക്കാം. നിങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോ. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ. ആദ്യത്തെ പേഷ്യൻ. എന്താ ബായ്, എന്ത് പറ്റിയവന്? രാവിലെ മുതൽ നല്ല സുഖമില്ല, ഒന്നും തന്നെ കഴിക്കൊന്നുമില്ല. ഹണി, നീ എവിടേക്കാണ് കൊണ്ടുവന്നത്? തോത്താറാമന്റെ ക്ലിനിക്കാ. ഇദ്ദേഹം നിന്നെ ചികിത്സിക്കും. വേണ്ട വേണ്ട, എന്നെ നല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നോക്ക്. എന്താ ബായ്, ഞാനെന്താ ഡോക്ടറല്ലേ? നല്ല ഡോക്ടർ അല്ലേന്ന്. കൂട്ടുകാരൻ ഡോക്ടർ ആയിരിക്കുമ്പോ നീ മറ്റേ ഡോക്ടറിന്റെ അടുത്ത് പോവേണ്ട ആവശ്യമില്ല. തോത്താറാമേ, ഞാൻ എന്തേ കാണിച്ചത്? ടെൻഷൻ അടിക്കണ്ടെന്നേ, ഇത് ബായുടെ ട്രീറ്റ്മെന്റാ. താൻ വെറുതെ പേടിക്കണ്ട. അതെ ബായ്, പേടിക്കണ്ട. ഇതിന്റെ പേരാണ് തൊഴിൽ തെറപ്പി. ബ്ലഡ് സർക്കുലേഷൻ നേരെയാകും. ദാ ഇതുപോലെ. കർത്ത, എല്ലാരെയും സുഹൃത്താ. എന്റെ ബായ്, കണ്ണ് തുറന്ന് ഇങ്ങോട്ടൊന്ന് നോക്ക. അതെ ബായ്, ഡീഹൈഡ്രേഷൻ ആയിരിക്ക. ബായ്, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാ എന്താ? ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ ശരീരത്തിൽ വെള്ളത്തിന്റെ കുറവുണ്ട്. കമ്പൗണ്ടർ നന്ദു ഇദ്ദേഹത്തിന് ബക്കറ്റ് നിറയെ വെള്ളം കുടിപ്പിക്ക്. അത് തന്നെ ഇന്ന് മുഴുവൻ റിപ്പീറ്റ് ചെയ്യണം. ശരി. ബായ്, ഈ ഹണിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്ക. ഇവന് ബുദ്ധി കുറച്ച് കുറവാണ്. അതെ ഹണി, ഇന്ന് രാത്രി മുഴുവൻ നീ തല കുത്തനെ നിൽക്ക. തലയ്ക്കകത്തുള്ള സർക്കുലേഷൻ കറക്റ്റ് ആകും. പിന്നെ നീയും പണിയെ പോലെ സ്മാർട്ട്. ഡോക്ടർ തോത്താറാം, ഞാനാകെ പ്രശ്നത്തിലാ. എന്റെ തടി വല്ലാതെ കൂടുകയാണ്. ഞാനൊന്ന് തെന്നി വീണ അവിടെ മൊത്തം പ്രശ്നമാ. ഇന്ന് ഞാൻ വീണപ്പോ 2 പോലീസുകാരുടെ പണി തീർന്നു. എങ്ങനെയെങ്കിലും എനിക്ക് തടി കുറയ്ക്കണം. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. 1 മാസം ട്രേഡ് മില്ലിൽ ഓടിയാൽ മതിയെന്നേ. അല്ല, ഒരു സംശയം. ഒരു മാസത്തിൽ ഇതിൽ എത്ര മണിക്കൂറാണ് ഓടേണ്ടത്? അങ്ങനെ ഒന്നും നോക്കണ്ട, 1 മാസം മുഴുവൻ അങ്ങ് ഓടിക്കോ. എന്നാ പിന്നെ വേഗം തുടങ്ങിക്കോ. തോത്താറാം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതൊന്ന് നിർത്ത്. അതെ ഭായ്, തനിക്ക് എന്താ പറ്റിയതാ? ഒന്നുമില്ല ബായ്, ഒരു കുഴപ്പമില്ല. ശരീരത്തിന് വല്ലാത്തൊരു ചൂട്, അത്രേ ഉള്ളൂ. എന്റെ ഭായ്, ശരീരം ഒരിക്കലും ചൂടാക്കാൻ പാടില്ല. അത് ആപത്താ. പറയുന്നത് ഈ ഡോക്ടറാണ്. ഞാൻ തന്നെ ഗുണപ്പെടുത്താം. വേണ്ട ബായ്, വേണ്ട. എന്നെ വിട്ടേക്ക് ബായ്. ബായ്, ഞാൻ പറയുന്നത് കേക്ക്. തോത്താറാം, ഒന്ന് നിർത്ത്. ഇങ്ങനെ ഓടുവാണെങ്കിൽ ഞാൻ ലോകം വിട്ട് ഓടേണ്ടി വരും. ഇത്രയും വേഗത്തിൽ ഞാൻ കള്ളന്മാരെ പിടിക്കാൻ പോലും ഓടിയിട്ടില്ല. ജോർദാർ, എന്ത് പറ്റി? ഈ ജോർദാർ ഫൗണ്ടറായി മാറിയിരിക്കുകയാണ്. സംശയമുണ്ടോ? നിന്റെ ശരീരത്തിനകത്ത് ഇത്രയധികം വെള്ളം എവിടുന്നാടാ വന്നത്? തോത്തറാം, തെറ്റായിട്ടുള്ള ചികിത്സ തന്നതാണ്. ഡീഹൈഡ്രേഷൻ എന്നും പറഞ്ഞ് 1 ദിവസം 4 ബക്കറ്റ് വെള്ളം കുടിപ്പിക്കാനായി പറഞ്ഞു. അതിനാ നന്ദു എന്നെ പിടിച്ചു കിടത്തി 6 ബക്കറ്റ് വെള്ളമാണ് കുടിപ്പിച്ചത്. ഇപ്പൊ ഇവനെന്താ പറ്റിയത്? കൊച്ചളിയാ,
നിങ്ങളൊക്കെ എന്തിനാ തല ഉത്തരം നിൽക്കുന്നത്? ഞങ്ങൾ നേരെയാ നിൽക്കുന്നത്, തലകുത്തി നിൽക്കുന്നത് നീയാണ്. സംശയമുണ്ടോ? ഹണി നേരെ നിക്ക്. എന്നെ കൊണ്ട് കഴിയുന്നില്ല കൊച്ചളിയ. രാത്രി മുഴുവൻ തലകുത്തി നിന്നതുകൊണ്ട് എന്റെ കാല് നേരെ നിൽക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ വന്നത്. രാത്രി മുഴുവൻ നീ എന്തിനു വേണ്ടിയാ തലകുത്തി നിന്നത്? തോത്താറാം എന്നോട് പറഞ്ഞു തലയിലേക്ക് പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ ശരിയായാൽ ഞാനും ബണ്ണിയെ പോലെ ഇന്റലിജന്റ് ആകുമെന്ന്. ആരെങ്കിലും വേഗം ഈ ട്രെഡ്മിൽ ഒന്ന് നിർത്ത്. എന്നെ രക്ഷിക്കൂ. ഞാൻ ഇന്നലെ വൈകിട്ട് മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഭായ് എന്തിനാ താഴെ ഇറങ്ങിയത്? രാത്രി മുഴുവൻ ഓടി ഓടി എന്റെ കാലുകൾ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റാൽ ഞാൻ ഓടിപ്പോകും. ഇത്രയും വേഗത്തിൽ ഓടിയാൽ എനിക്ക് ഡൽഹിയിലേക്ക് തന്നെ എത്താം. തോത്തറാം നിനക്കെന്താ വട്ടാണോ? 12 മണിക്കൂർ ആരെങ്കിലും ട്രെഡ്മിൽ ഓടിക്കോ? ഇവന് സുഖമില്ല, ഞാൻ ഗുണപ്പെടുത്താം. എന്നെ 6 ബക്കറ്റ് വെള്ളം കുടിപ്പിച്ചു. എന്റെ ഭായ് താൻ ഗുണമായല്ലോ. തന്റെ ശരീരത്തിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നത് കണ്ടോ? തീർന്നു ഡീഹൈഡ്രേഷൻ. ഇതെല്ലാത്തിനും കാരണം ആ കിറ്റ് ആണ്. ആ കിറ്റ് എവിടെ? അവന്റെ ശരീരം ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് അവനെ ഫ്രിഡ്ജിൽ വെച്ച് ഞാനങ്ങ് പൂട്ടി. എന്താ? കിറ്റ്കാറ്റ് കിറ്റ്കാറ്റ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നവുമില്ല. എന്നെ ഒന്ന് രക്ഷിക്കണം ബായി. എനിക്ക് ഉടനെ തന്നെ ചൂട് വേണം. അല്ല നീ എന്തിനാ ഇങ്ങനെ ഇക്കിളിട്ടോണ്ടിരിക്കുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ പോവാ. കുറച്ചു നേരം ഇക്കിളൊന്ന് നിർത്ത്. കഴുതേ അവന്റെ ഇക്കിള് അങ്ങനെ നിർത്താൻ പറ്റില്ല. അത് ഗുണപ്പെടുത്താൻ വേണ്ടിയാ നമ്മൾ ഡോക്ടറെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ കഴുതയാ. ഇത് ഉടൻ തന്നെ നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. വേഗം വാ, ഡോക്ടർ ബാലുവിനെ കാണാം. കർത്താ നീ എന്തായി കാണിക്കുന്നേ? നിനക്കെന്താ വട്ടാണോ? ആണോന്ന് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവൻ നേരത്തെ വട്ടം തന്നെയാ. സംശയമുണ്ടോ? വേഗം ഡോക്ടർ സാറിനെ അഴിച്ചുവിടെ. അഴിക്ക്. വേണ്ട. അല്ല ഈ ഡോക്ടർ ബാലു എന്തിനാ കഴുതയെ പോലെ മിമിക്രി ചെയ്യുന്നേ? നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? കൊല്ലാം, നല്ല പച്ചപ്പുല്ല്. ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണ്. അയ്യോ ഞാൻ പുല്ലല്ല, പൊപ്പട്ടാണ്. സംശയമുണ്ടോ? അവിടെ നിൽക്ക്. എങ്ങോട്ടേക്ക് പോകുന്നത്? എനിക്ക് വല്ലാതെ വിശക്കുന്നു. നിൽക്കവിടെ. ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ ഒന്ന് തിന്നോട്ടെ. ഇങ്ങോട്ട് വാ. പറക്കുന്ന പച്ചപ്പുല്ലേ, ഇങ്ങോട്ട് വരൂ. കൊള്ളാം, എന്റെ ഇക്കിളി പോയി. എന്റെ പച്ചപ്പുല്ലേ, ഇങ്ങോട്ട് വരും. ഞാൻ നിന്നെ തിന്നട്ടെ. എടാ എന്താ ഇത്? വേട്ടക്കാർ മൃഗങ്ങളെ ആവശ്യമില്ലാതെ കൊല്ലുന്നു. ഡോക്ടർ ബാലു എന്റെ ഗാർഡനിൽ വന്ന് പൂ തിന്നുന്നു. അടികൈ. ഇങ്ങോട്ട് വരൂ. നിന്നെ കാണാൻ വ്യത്യസ്തനായിട്ടുണ്ടല്ലോ. ആരാണ് നീ? അല്ല, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ കന്നയാണ്. ഗണ്ണെന്നോ? ഇങ്ങോട്ട് വരൂ, ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ കന്നയാണ്, കന്ന, അല്ലാതെ ഗണ്ണല്ല. അതെയോ? അപ്പോൾ ഞാൻ ആരാണ്? രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ധീരനാണ്. സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്നവൻ കൊള്ളക്കാരനാണ്. അടികൈ. ഡോക്ടർ ബാലു അങ്ങ് കഴുതയല്ല. ഇങ്ങോട്ട് വരൂ. ഞാൻ കഴുതയല്ലെങ്കിൽ എന്നോട് എന്തിനാ പറയുന്നത്? ഞാൻ കഴുതയല്ലെന്ന്. അപ്പോൾ ആരാണ് കഴുത? അങ്ങക്ക് മനസ്സിലായല്ലോ, അങ്ങ് കഴുതയല്ല. അതെ, ഈ ജെന്റിൽമാൻ എന്നോട് പറഞ്ഞു ഞാനൊരു കൊള്ളക്കാരനാണെന്ന്. കൊള്ളക്കാരനോ? നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരൂ. എനിക്ക് നിങ്ങളെ കൊള്ളയടിക്കണം. ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. കൊള്ളയടിക്കാനാണെങ്കിൽ കന്നാ സാറിനെ കൊള്ളയടിക്ക്. ഇദ്ദേഹത്തിന് ഒരു ബാങ്ക് തന്നെയുണ്ട്.
ഇങ്ങോട്ട് വാ, വേഗം നിന്റെ ബാങ്കിലേക്ക് നടക്ക്, അല്ലെങ്കിൽ നിന്റെ ശരീരം റെയിൽവേ പാളത്തിൽ കിടക്കും. ബിരിയാണി ഉണ്ടാക്കാൻ നല്ല മസാല വേണം, ബാങ്കിൽ കൊള്ളയടിക്കാൻ നല്ല ധൈര്യം വേണം. അടികൈ. ഇത്രയ്ക്ക് മതിയോ? ബാങ്ക് വേണ്ട. ഡോക്ടർ ബാലു, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യേണ്ടത്? ഈ ബാങ്കിൽ എത്രമാത്രം കാശുണ്ടോ അതെല്ലാം എടുത്ത് എന്റെ കയ്യിലേക്ക് തരൂ. എന്താ? ഈ ബാങ്ക് കൊള്ളയടിക്കാനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും. ക്രിസ്മസ് വന്നാൽ നമ്മൾ ഉണ്ടാക്കണം നല്ലൊരു കേക്ക്. ഇയാൾ പറയുന്ന പോലെ കേക്ക്, അല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ പണി പോക്ക്. അടികൈ. ആരും ഇവിടെ നിന്ന് അനങ്ങി പോകരുത്, ഞാൻ ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണ്. എന്താ ഈ കാണിക്കുന്നേ? ഇതൊക്കെ വലിയൊരു സംഭവമേ അല്ല. ഇങ്ങ് തന്നെ. എന്നെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല. എന്താ, ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കണ്ട. തനിക്കിനി സമയത്തിന്റെ ആവശ്യമില്ല, കാരണം തന്റെ സമയം ശരിയല്ല. പിന്നെ സമയം നോക്കിയിട്ട് എന്താ കാര്യം? ഇവിടെ യഥാർത്ഥത്തിൽ ബാങ്ക് കൊള്ള നടക്കുകയാണ്. ഈ ബാങ്ക്, ഇതിന്റെ അടുത്തുള്ള ബാങ്ക്, പിന്നെ ഈ നാട്ടിലുള്ള ബാങ്ക്, എല്ലാ ബാങ്കും ഞാൻ കൊള്ളയടിക്കും. ഇങ്ങോട്ട് വരൂ. താൻ ആരാണ്? ഞാൻ ഇൻസ്പെക്ടർ പാണ്ട. ഇൻസ്പെക്ടർ, താൻ എന്റെ ശത്രുവാണ്. എന്നാ പിടിച്ചോ. ഓണം കഴിഞ്ഞതും മാവേലി പോയി. എന്തായാലും വന്നത് നന്നായി, എനിക്കൊരു കമ്പനിയായി. അടികൈ. വേഗം എനിക്ക് പൈസ തന്നേക്ക്, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എന്നെ ആർക്കും തടയാനും കഴിയില്ല. ഞാൻ ബാങ്ക് കൊള്ളയടിക്കുമെന്ന് പറഞ്ഞാൽ കൊള്ളയടിച്ചിരിക്കും. വേണ്ട, ഞങ്ങൾ പറയുന്നത് കേൾക്ക്. ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പോയിക്കോ. വല കൊണ്ടുവരൂ. കിട്ടിപ്പോയി. കൊണ്ടുപോയിക്കോ ജയിലിലേക്ക്. എന്നെ ആദ്യം ഒന്ന് താഴെ ഇറക്ക്. എന്നെ തടവറയിലാക്കാനും കഴിയുന്ന അത്രയും വലിയ ജയിൽ ഈ ഭൂമുഖത്തില്ല. എത്ര വലിയ ജയിലിലിട്ടാലും അത് പൊളിച്ച് ഞാൻ എങ്ങനെയും പുറത്ത് കടന്നിരിക്കും. നമ്മൾ അകത്ത് പോയി ഡോക്ടറെ ചികിത്സിച്ചാ മതിയാകൂ. പാണ്ട സാറേ, ഞങ്ങളൊന്ന് അകത്ത് പൊയ്ക്കോട്ടെ. വേണ്ട ബണ്ണി, അവൻ അപകടകാരിയാണ്. ഞാൻ എന്തായാലും ഒരിക്കൽ ശ്രമിച്ചു നോക്കാം സാർ. ശരി എന്നാൽ നീ സൂക്ഷിക്കണം. തീർച്ചയായും സാർ. ഡോക്ടർ ബാലു, അങ്ങ് ഡോക്ടറാണ്, കൊള്ളക്കാരനല്ല. അതെയോ? ആ, ഇതാ കണ്ടില്ലേ കറുത്ത, അങ്ങയുടെ വട്ടുപിടിച്ച പേഷ്യന്റാ. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ. വരൂ. എന്നെ പിടിക്കാൻ പറ്റൂല. ഞാൻ തുള്ളിച്ചാടും. വട്ടുവനല്ല, വട്ട് നിങ്ങൾക്കാണ്. വട്ടില്ലാത്തവനെ വട്ടനെന്ന് വിളിച്ചാൽ വട്ടില്ലാത്തവനും വട്ടനായി പോവും. നിങ്ങളാണ് വട്ടന്മാര്, അല്ലെങ്കിൽ വട്ടില്ലാത്തവനെ നല്ല ഉറക്കം വരും, ഉറങ്ങിക്കോളൂ. ഒന്ന് നന്നായിട്ട് ഓർത്ത് നോക്കൂ, അങ്ങ് ഡോക്ടറാണ്. ഇങ്ങോട്ട് വരൂ. ഉറങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഓർക്കാൻ കഴിയുക? വട്ടുപിടിച്ച പൂച്ചേ. ഇയാളെ ഒരിക്കലും ഹിപ്നോട്ടിസം ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ഇത് നോക്കൂ, ഈ ഫോട്ടോയിൽ അങ്ങ് ക്യാബിനിൽ ചികിത്സ നടത്തിയതിന്റെ ചിത്രമാണ്. നന്നായിട്ട് നോക്ക്. അങ്ങേക്ക് ബെസ്റ്റ് ഡോക്ടറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? സംശയമുണ്ടോ? ഒരു സംശയവുമില്ല, ഞാൻ ഡോക്ടറാണ്. നിങ്ങൾ എല്ലാവരും വേഗം എന്റെ അടുത്തേക്ക് വരൂ. ഞാൻ എല്ലാവരെയും കീറി തുന്നിക്കെട്ടാം. വേഗം വരൂ. എന്റെ അമ്മച്ചി, ഹൈ. ഇയാളിപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറായിട്ടാ തന്നെ കരുതിയിരിക്കുന്നേ. വേഗം ഓടിക്കോ, അല്ലെങ്കിൽ കീറി മുറിക്കും. സംശയമുണ്ടോ? നിൽക്കൂ. വേണ്ട. ഇവിടുന്ന് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്റെ പണി തെറിക്കും. അയാളെ വേഗം ഉണർത്തണം. വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുക. എടാ, എന്റെ മുഖത്തല്ല ഞാൻ പറഞ്ഞത്, ഡോക്ടറിന്റെ മുഖത്താണ്.
എടാ നീയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി വന്നാണോ? ഏയ് എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. അസുഖമൊക്കെ വന്ന് ആശുപത്രി പോവാൻ നീ കാശ് തരുമോ? ഇവിടെ ഒന്നും ചെയ്യണ്ട, പുറത്തു പോയി ക്ലീൻ ചെയ്തോ പോകാൻ. കണ്ടോ കൊച്ചളിയ, എത്ര നല്ല കാർപ്പറ്റ് ആണല്ലേ. നമ്മൾ ടിവിയിൽ കണ്ട പറക്കുന്ന കാർപ്പറ്റ് പോലെയുണ്ട്. അതെ, ഇത് അതേ കാർപ്പറ്റ് തന്നെയാ. സംശയമുണ്ടോ? അതെയോ? അപ്പൊ ഇതും പറക്കോ? ആ നീ ഓർഡർ ചെയ്യേ, ഇത് തീർച്ചയായും പറക്കും. കാർപ്പറ്റ് പറക്ക്. എല്ലാരും വാ, വേഗം വാ. കാർപ്പറ്റ് ഞങ്ങളെ സിംഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. കാർപ്പറ്റ് മുകളിലേക്ക് പോ. ഞാൻ താഴെ പോവാണേ. സംശയമുണ്ടോ? എടാ നീ കാർപ്പറ്റിനോടൊപ്പം പറന്നു വാ. ആ വെപ്രാളത്തിനിടയ്ക്ക് പറക്കുന്ന കാര്യം ഞാൻ പാടെ മറന്നുപോയി. ഇതിനെ പെട്ടെന്ന് താഴോട്ട് ഇറക്ക്. കാർപ്പറ്റ് താഴേക്ക് ഇറങ്ങ. എന്റെ അമ്മച്ചി, താഴെ കടലാണ്, നമ്മുടെ കാര്യം തീർന്നു. അണി മുകളിലേക്ക് പോകാൻ പറ. മുകളിലേക്ക്. കാർപ്പറ്റ് മുകളിലേക്ക് പോ. എടാ താഴേക്ക് നോക്ക്. ഉടൻ തന്നെ കാർപ്പറ്റിനെ വീട്ടിലേക്ക് പോകാനായിട്ട് പറയുക. കാർപ്പറ്റ് വീട്ടിലേക്ക് പോ. ഇതെന്താ സംഭവിക്കുന്നത്? കാർപ്പറ്റ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ടത്. അണി ഇത് നിർത്ത്. കാർപ്പറ്റ് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല കൊച്ചളിയ. ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. സംശയമുണ്ടോ? ഒന്ന് നിർത്താൻ പറ. ഇത്ര ഉയർത്തി പറക്കുമ്പോ എനിക്ക് വല്ലാതെ പേടിയാകുന്നു. അല്ല, നമ്മൾ എങ്ങോട്ടാ ഈ പോകുന്നത്? എനിക്കറിയില്ല കൊച്ചളിയ. താഴെ എന്താണെന്ന് നോക്കാം. കാർപ്പറ്റ് അതിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കാന്ന് തോന്നുന്നു. ഇതേതോ അറേബ്യ പട്ടണമാണെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഇതാരാ? ഇവിടുത്തെ സുൽത്താനാണെന്നാ തോന്നുന്നത്. ഓ സൈനികരെ, ഇവരെ കണ്ടോ? ഇവർ വലിയ ധിക്കാരികളാണ്. എന്നെ നമസ്കരിക്കുന്നില്ല. ഇവർക്ക് അനുസരണ പഠിപ്പിച്ചു കൊടുക്ക. സുൽത്താനെ കണ്ടത് നമസ്കരിക്കാൻ പഠിക്കാൻ. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. ഇവനൊരു അഹങ്കാരം പിടിച്ച സുൽത്താൻ തന്നെയാണ്. സംശയമുണ്ടോ? ഇവന് മര്യാദ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടായിരിക്കാം കാർപ്പറ്റ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാർപ്പറ്റ് വേഗം പോ. അവർ നമ്മളെ പിന്തുടർന്ന് വരുന്നുണ്ട്. കാർപ്പറ്റ് ഒന്ന് വേഗം പോ. ഹണി സൂക്ഷിച്ച്. കാർപ്പറ്റ് റൈറ്റ്. രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെടാൻ? അങ്ങോട്ട് നോക്ക്. ലെഫ്റ്റ് റൈറ്റ് മുകളിലോട്ട് താഴോട്ട്. ലെഫ്റ്റ് റൈറ്റ് മുകളിലേക്ക് താഴേക്ക് മുകളിലേക്ക് താഴേക്ക് പോ. നിന്റെ ആജ്ഞ കേട്ട് കാർപ്പറ്റിന് കൺഫ്യൂസ് ആയി എന്നാ തോന്നുന്നത്. ഇതെവിടേക്കായി കൊണ്ടുവന്നിരിക്കുന്നത്? ഇതാ കള്ളന്മാര് തന്നെയാ. യുവമാരെ പിടിച്ച് നമുക്ക് സുൽത്താൻ അടുത്തേക്ക് കൊണ്ടുപോകാം. ഓടിക്കോ. കുറച്ചു പേര് അങ്ങോട്ട് ഓടിക്കോ, കുറച്ചു പേര് ഇങ്ങോട്ട്. എടാ വേണ്ട വേണ്ട. വാടാ ഇവിടെ. എടാ പല്ലി നിക്കവിടെ. എടാ
കിട്ടിയിട്ടുണ്ട്. പിന്നെയാണോ നീ? നിക്കവിടെ. നിക്കവിടെ. ഇനി നീ എങ്ങോട്ട് രക്ഷപ്പെട്ട് ഓടും? ഞങ്ങളെ ഒന്ന് പിടിച്ച് കാണിക്കേ. കൊച്ചളിയ നല്ല രസമുണ്ടല്ലേ? ആഹാ, ഇവനെ സുൽത്താന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. സലാം ചെയ്യ്. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. അങ്ങുന്നേ, ഇവന്മാര് കള്ളന്മാരാ. പട്ടണം മുഴുവൻ പറന്നു നടക്കുകയായിരുന്നു. നിന്നെ പോലുള്ള ആൾക്കാർ കാരണം ഞങ്ങൾക്ക് ഒരുപാട് തലവേദനയാണ്. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഇവരെ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ ഉടൻ ബന്ദികളാക്കി കോട്ടയുടെ വാതിൽ കെട്ടിയിടേണ്ടതാണ്. മോഷ്ടാക്കൾക്ക് ഞാൻ കൊടുത്ത ശിക്ഷ കണ്ട് എന്നെ എല്ലാവരും ബഹുമാനിക്കും. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല സർ. അതെനിക്കും അറിയാം. എന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ മോഷ്ടാക്കളാണ്. നിങ്ങൾ ദുഷ്ടനാണെന്ന് ഞങ്ങൾ പറയും. പറയാൻ കഴിയില്ല. കാരണം നിങ്ങളെയെല്ലാം ഞാൻ ബന്ദികളാക്കി നിങ്ങളുടെ വായ മൂടിക്കെട്ടുവാൻ പറയും. കൊച്ചളിയ രക്ഷിക്കേ. കാർപ്പറ്റിന് മുകളിൽ നിർത്തി സലാം ചെയ്താലേ അത് ബഹുമാനമാകുള്ളൂ. അങ്ങൊന്ന് വന്നാലും കാർപ്പറ്റ് പറക്ക്. രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്. സുൽത്താൻ! ആരെങ്കിലും ഞങ്ങളെ ആക്രമിക്കാൻ നോക്കിയാൽ ഞങ്ങൾ സുൽത്താനെ താഴെയിടും. എന്നെ വെറുതെ വിടൂ. വിടാനാ പറഞ്ഞത്. എന്നെ വെറുതെ വിടൂ. എന്നെ വിടുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നത് അനുസരിക്ക്. മര്യാദയ്ക്ക് വിട്. താൻ ആഗ്രഹിച്ചതല്ലേ, അതാ വിട്ടത്. എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഏത് പടത്തിന്റെ ഷൂട്ടിംഗാ നടക്കുന്നത്? ഷൂട്ടിംഗ് അല്ല, യഥാർത്ഥ കൊള്ളക്കാരനാ. രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്താ ഇത്? ഇത് എന്റെ സ്ഥലമാണ്. പോലീസിന് എന്താ ഇവിടെ കാര്യം? അല്ലല്ല, ഞാൻ പോലീസുകാരനല്ല. ഞാൻ വെറുതെ സ്ഥലം കാണാൻ വേണ്ടി വന്നതാ. നോക്കാം, വെറുതെ കള്ളം പറയണ്ട. താൻ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നയാളല്ലേ? ആ കമ്മീഷണർ എന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റി. എന്റെ അമ്മോ, ഈ ശബ്ദം എന്റെ ജീവൻ എടുക്കും. എടാ ഹണി, കള്ളൻ. ഞാൻ കള്ളനൊന്നും അല്ല. വെറും 4 അലുവ കഷ്ണ ഞാൻ കഴിച്ചത്. കഴുതേ, ജനലിന്റെ അടുത്ത് കള്ളൻ. പിടി. രക്ഷിക്കണേ, എന്തൊന്നും ചെയ്യല്ലേ. രക്ഷിക്കണേ, എന്നെ വിട്ടേക്കൂ. എന്തൊന്നും ചെയ്യല്ലേ. രക്ഷിക്കണേ, എന്നെ വിടൂ. കള്ളൻ ഇൻസ്പെക്ടർ പാണ്ഡെയുടെ ഫേസ് മാറ്റി വന്നിരിക്കുകയാണ്. അടിക്കേ. എടാ, ഞാൻ പാണ്ഡെ തന്നെയാണ്. ഇൻസ്പെക്ടർ ആയിരുന്നു നിങ്ങൾ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണോ സർ?
ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല, ഞാൻ ഒളിക്കാൻ വന്നതാ. എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി ഒളിച്ചാ പോരെ? അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ സിറ്റിക്കകത്തുള്ള കാര്യം കമ്മീഷണർ ഉടൻ തന്നെ അറിയും. പക്ഷെ അങ്ങ് സിറ്റിക്കകത്ത് തന്നെയുള്ള ആളല്ലേ, സംശയമുണ്ടോ? ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ പേടിച്ചാൽ നിങ്ങളെ എന്നും കൊള്ളക്കാർ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. കൊള്ളക്കാരെ പിടിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാൽ മതി. സംശയമുണ്ടോ? പറയൂ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവൂ. അതെ ഭായ്, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്തു വെച്ച് തയ്യാറായിരുന്നോളൂ. കൊള്ളക്കാരൻ വരുന്നേ, കൊള്ളക്കാരൻ വരുന്നേ. എല്ലാവരും പൊസിഷനിൽ നിൽക്ക്. പകുതി പേർ അങ്ങോട്ട് പോകൂ, പകുതി പേർ അങ്ങോട്ട് പോകൂ. എവിടെ ഗ്രാമവാസികളൊക്കെ? എവിടെ എനിക്ക് തരാനുള്ള കാശ്? എവിടെ? യാത്ര കഴിഞ്ഞു വന്നതല്ലേ, വല്ലാത്ത വിശപ്പുണ്ടാവും. ഇന്നാ ഈ പഴങ്ങളൊക്കെ കഴിച്ചോളൂ. ഇതോടെ നിങ്ങളുടെ കളികളെല്ലാം അവസാനിച്ചു. ഇനി നിങ്ങളുടെ കളി ജയിലിനകത്താണ്. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? എന്നെ ജയിലിലാക്കുന്നു? ശംഭു, എല്ലാരും പിടിച്ചു കേട്ട്. വേഗം തന്നെ. ഞാൻ ശരിക്കും കുടുങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിനക്ക് രക്ഷയില്ലടാ. ഇനി നീ എങ്ങോട്ട് പോകും? ഐഡിയ. എല്ലാവരുടെയും സുഹൃത്താ. വേഗം വാ. പൊയ്ക്കോ, ഓടിക്കോ, രക്ഷപ്പെട്ടോ. എന്താ ഭായ്, അങ്ങനെ പോകാൻ പറ്റുമോ നിങ്ങൾക്ക്? ശിക്ഷയൊക്കെ വാങ്ങണ്ടേ? എന്നെ വിട്ടേക്ക്, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് രക്ഷ. അയ്യോ. അല്ല, എന്തിനാ ഈ വേഷം ഇട്ടത്? അതിനൊരു കാരണമുണ്ട്. നമ്മൾ നീനയുടെ പൂച്ചയെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ നമ്മുടെ ഫോട്ടോ വരും. അപ്പോൾ നമ്മൾ പ്രശസ്തരായി എല്ലാ കേസും നമുക്ക് തന്നെ കിട്ടും. പിന്നീട് നമ്മൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങും. അപ്പോൾ ആയിരങ്ങളല്ല, ലക്ഷങ്ങൾ സമ്പാദിക്കാം. അതിനൊക്കെ ആദ്യം നമ്മുടെ പൂച്ചയെ കണ്ടുപിടിക്കണം. ഹണി, നോക്ക്, അതായിരിക്കുന്നു പേർഷ്യൻ കാറ്റ്. ഇതല്ല കൊച്ചളിയ, ഇത് വളരെ വലുതാണ്. അവരുടെ പൂച്ച വളരെ ചെറുതാണ്. പത്രത്തിൽ കണ്ടില്ലേ? എടാ കഴുതേ, ന്യൂസ് പേപ്പറിൽ വന്നത് അതിന്റെ ചെറിയ ഫോട്ടോ ആണ്. വേഗം പിടിക്ക്, വിടരുത്. പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ സഹായിക്കാനാണ് വന്നത്. ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചില്ലല്ലോ. ഞങ്ങൾ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. നിന്നെ പോലുള്ള പൂച്ചകളെ നേരിടാൻ വേണ്ടി ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്.
ഇങ്ങനെയൊന്നും പറഞ്ഞാ കേക്കില്ല. നമ്മളിതിനെ പിടിച്ച് നീനാകുമാരിയുടെ കയ്യിൽ എത്തിക്കണം. കൊച്ചളിയ എന്നെ പിടിക്ക്, ഞാൻ താഴേക്ക് വീഴാൻ പോവാ. എന്നെ രക്ഷിക്ക കൊച്ചളിയ, വീഴാൻ പോവാ. എടാ കണ്ടില്ലേ നീയ്? ഉറങ്ങാണ് കൊച്ചളിയ, ഉറങ്ങാണ്. വേഗം വാ, ഇതിനെ ഇതിന്റെ ഓണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. 50,000 ഇനി നമുക്ക്. ആ. ഇവളെ കണ്ടുപിടിക്കാൻ വേണ്ട ഞാൻ അന്വേഷിച്ച് നടന്നത്. ഇത് നിങ്ങളുടെ പേർഷ്യൻ കാറ്റാണോ? നീനാകുമാരിയുടേതല്ലേ? അല്ല അല്ല മോനെ, എന്തായാലും നിങ്ങളീ ചെയ്തത് വലിയ ഉപകാരമായി. താങ്ക് യു. ഇവളെ കണ്ടുപിടിച്ച് തന്നാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഡിറ്റക്റ്റീവാണ്, ഞങ്ങളാണ് കണ്ടുപിടിച്ചത്. എന്താ ഞങ്ങൾക്കൊന്നും തരില്ലേ? തരാം മോനെ, തീർച്ചയായും തരാം. ആശീർവാദം, അനുഗ്രഹം എല്ലാം എല്ലാം തരാം മോനെ. ജാസൂസ് ഷഹർജൻ, നിങ്ങൾ എന്ത് ഡിറ്റക്റ്റീവ്സാ? നീനയുടെ പൂച്ചയ്ക്ക് പകരം ഇതിനെയാണോ കണ്ടുപിടിച്ചത്? ഇതിനെ കണ്ടുപിടിച്ച പോലെ ഞങ്ങൾ അതിനെയും കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാൻ ഞാനുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ അതിനെ കണ്ടുപിടിച്ച് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് 50,000 രൂപ വാങ്ങിക്കും. അതെയോ? ആ, എന്റെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു. അതിപ്പോ ചന്തയിലുണ്ട്. നിങ്ങൾ ഈ കാര്യം അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞു. എടാ നിങ്ങളോ? നിങ്ങൾക്ക് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയത്? ഞങ്ങളും ഡിറ്റക്റ്റീവാണ്. എന്നാൽ പൂച്ച എനിക്ക് കിട്ടു. പേർഷ്യൻ കാറ്റ്. ഇത് നീന മാഡത്തിന്റെ കാറ്റാണ്. ഞാൻ ആദ്യം കണ്ടത്. ഞാൻ തന്നെ നിന്നെ പിടിക്കും. ഇങ്ങ് വന്നേ എന്റെ ചക്കരെ. ആ. പോലെ പോലെ പൂച്ച പോലെ പോലെ. അതാ ഓടുന്നു, പിടിക്ക്. ഓടരുത്. നിക്ക്, നിക്ക്. ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. ഓടരുത്. ഈ ബാഡ് മങ്കിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്ക് കഴിയില്ല. ആ 50,000 എനിക്കുള്ളതാണ്. നമ്മുടെ 50,000 പോയി. ഇല്ല, പോപ്പട്ട്, അറ്റാക്ക്. ഇപ്പൊ കണ്ടോ? പോയി, വേഗം വാ. എന്റെ അടുത്തൊന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ലല്ലോ. ഈ കാറ്റ് എനിക്കുള്ളതാണ്. ഇത് കൊച്ചു പിള്ളേരുടെ കളിയല്ല. ഇനി ആ കാശ് എനിക്കുള്ളതാണ്. ഈഷ്, ക്യാറ്റിനെ എനിക്ക് തരൂ. പോലീസുകാരന്റെ ജോലി പോലീസുകാരൻ തന്നെ ചെയ്യും. ഞാൻ തരില്ല. ബൈ ബൈ ഇൻസ്പെക്ടർ പാണ്ട. ആ കാശ് എനിക്കുള്ളതാണ്. ഓ കറുത്ത എല്ലാവരുടെയും ചോർത്ത. ഈഷ്, എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്താ? എന്റെ അടുത്തൊന്നും രക്ഷപ്പെട്ടു പോകാൻ ഞാൻ പിടിച്ചു. എന്നെ ആരെങ്കിലും പിടിക്ക്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാം. ഈഷ്, ഇത് കാർ മോഷ്ടിക്കുന്നവരുടെ ഗോഡൌണാണ്. പിടിക്കവരെ. അയ്യോ പോലീസ്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? മര്യാദയ്ക്ക് സറണ്ടർ ആവുന്ന നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ വിടില്ല. എന്ത് ചെയ്യും നമുക്കൊന്ന് നോക്കാം. ഈ പൊല്ലാപ്പുരൊന്നും ഞാനില്ല. എനിക്ക് നിങ്ങളെ കാശൊന്നും വേണ്ട. ആ, ആ, ഹൈ, ആ, ആ, ആ. ഹൈ. നീ എന്താടായി കാണിച്ചത്? അറിയാതെ സംഭവിച്ചു.